നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ബെഡ് വാക്വം ക്ലീനർ ആണ്. ബെഡ് വാക്വം ക്ലീനറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ബെഡ് വാക്വം ക്ലീനറിന്റെ ആവശ്യമുണ്ടോ എന്ന് ഞാനും മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഡിവൈസ് ആണെന്ന്. കാരണം നമ്മുടെ വീട്ടിലെ തലയിണയിലും മെത്തയിലും ഒക്കെ ആയിട്ട് ഒത്തിരി അഴുക്കും പൊടിയുണ്ട്. നമ്മൾ മണ്ടയ്ക്കൂടെ കാണുന്നതൊക്കെ തട്ടി ക്ലീൻ ചെയ്ത് പോകുന്നല്ലാതെ ഇതിനുള്ളിലേക്ക് പോയിട്ടുള്ള ചെറിയ ചെറിയ പൊടികളൊന്നും നമുക്ക് വലിച്ചെടുത്ത് കളയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെങ്കിൽ ഈ ഒരു ബെഡ് വാക്വം ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് മാട്രസിനുള്ളിൽ പോയ പൊടിയാണെങ്കിലും അതിനെ വെളിയിൽ കൊണ്ടുവന്നിട്ട് വാക്വം ചെയ്തെടുത്ത് ക്ലീൻ ചെയ്ത് തരുന്ന ഒരു മെഷീനാണിത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാണാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഗാരോ ഗ്രാൻഡ് വാക്വം ക്ലീനർ ആണ്. ഈ വാക്വം ക്ലീനർ വരുന്നത് 400 വാട്ട്സിന്റെ മോട്ടറും 12 kPa സക്ഷൻ പവറിനും ഒപ്പമാണ്. നമുക്ക് ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് നോക്കാം. ഇതാണ് ഇതിന്റെ പവർ ബട്ടൺ. ഇതിനടുത്ത് നൽകിയിട്ടുള്ള ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡസ്റ്റ് ടാങ്ക് ഇതേപോലെ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. 350 ml ഡസ്റ്റ് ടാങ്ക് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഡസ്റ്റ് ടാങ്കിന്റെ ലിഡ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇതിൽ ലോക്ക് അൺലോക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ട് ഇതേപോലെ ഇതിലുള്ള എല്ലാ അറ്റാച്ച്മെന്റും ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിനുള്ളിൽ ഒരു ഹെപ്പ ഫിൽറ്റർ നൽകിയിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാ പാർട്സും തിരിച്ച് ഇതേപോലെ അസംബിൾ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഡസ്റ്റ് ടാങ്കിൽ ഒരു മാക്സ് ലെവൽ നൽകിയിട്ടുണ്ട്. ഡസ്റ്റ് ഏകദേശം ഇവിടെ വരെ എത്തുമ്പോൾ ഡസ്റ്റ് ടാങ്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബെറ്റർ വിസിബിലിറ്റിക്കായിട്ട് ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ LED ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. രണ്ട് സൈഡിലും വെന്റ് കാണാനായിട്ട് സാധിക്കും. ഈ വാക്വം ക്ലീനറിൽ അൾട്രാ വയലറ്റ് സ്റ്റെറിലൈസേഷൻ ഫീച്ചർ ഉണ്ട്. അതിന്റെ ലാമ്പാണ് ഈ നൽകിയിരിക്കുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ 99% ബെഡ് ഡിസ്ഇൻഫെക്റ്റ് ആവും. വൈറസും ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിലൂടെ ക്ലീൻ ആയി കിട്ടും. വാക്വം ക്ലീനറിന്റെ 4 സൈഡിലും ചെറിയ വീൽസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ബെഡിലൂടെ മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ നൽകിയിരിക്കുന്ന ഈ ഒരു ബട്ടൺ വൈബ്രേഷന് വേണ്ടിയുള്ള ബട്ടൺ ആണ്. ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് വൈബ്രേഷൻ ഓൺ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഓൺ ചെയ്യുമ്പോൾ ഇതിന്റെ അടിയിൽ നൽകിയിട്ടുള്ള ഈ ഒരു പാഡ് വൈബ്രേറ്റ് ആവും. അതിലൂടെ ബെഡിനുള്ളിലേക്ക് പോയിട്ടുള്ള ചെറിയ പൊടിയാണെങ്കിൽ പോലും വൈബ്രേറ്റ് ചെയ്ത് അത് മുകളിലേക്ക് എടുക്കുകയും വളരെ നല്ല രീതിയിലുള്ള ഒരു ക്ലീനിങ് ഈ ഒരു വാക്വം ക്ലീനറിലൂടെ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ ഇതിന്റെ പവർ കോഡിന് നല്ല ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഒരു ബെഡൊക്കെ നമുക്ക് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ വാക്വം ക്ലീനർ ഉപയോഗിച്ച് ബെഡ്ഷീറ്റ്, മാട്രസ്, സോഫ, പില്ലോ, ബ്ലാങ്കറ്റ് ഒക്കെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ വാക്വം ക്ലീനറിൽ ഡ്രൈ വാക്വം ക്ലീനിങ്ങിനൊപ്പം UV സ്റ്റെറിലൈസേഷനും ചെയ്യാൻ സാധിക്കും. നല്ല സ്ട്രോങ് സെക്ഷൻ ആണ് ഇതിൽ നിന്ന് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൽ പെടാതെ ബെഡിൽ കിടക്കുന്ന ചെറിയ പൊടിയും അഴുക്കും ഒക്കെ തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ബെഡ് വാക്വം ക്ലീനർ ഉപയോഗിക്കുമ്പോൾ മാക്സിമം സ്ലോ ആയിട്ടുള്ള മൂവ്മെന്റിൽ ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ക്ലീൻ ആവും. അതിനോടൊപ്പം തന്നെ എഫക്റ്റീവ്ലി നമുക്ക് ക്ലീനിങ് ചെയ്യാനായിട്ട് സാധിക്കും. പില്ലോ ആയാലും മാട്രസ് ആയാലും കവറിന് മുകളിലൂടെയും കവർ ഊരിയതിനു ശേഷം ഒക്കെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം. പില്ലോയിലും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാരണം പില്ലോയിലും ഒരുപാട് അഴുക്ക് നമ്മുടെ കണ്ണിൽ പെടാതെ അടിഞ്ഞു കൂടുന്ന ഒരു സ്ഥലമാണ് പില്ലോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മാട്രസിലും ഇത് തന്നെയാണ് അവസ്ഥ. നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും. എന്റെ പില്ലോയും മാട്രസും ഒക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും ഡസ്റ്റ് ഇതിൽ കളക്ട് ആയിട്ടുണ്ടെന്നുള്ള കാര്യം. ഇനി കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ മാട്രസിനുള്ളിലേക്കും പില്ലോയുടെ ഉള്ളിലേക്കും ഒക്കെ ഇറങ്ങിപ്പോയിട്ടുള്ള പൊടിയൊക്കെ മുകളിലേക്ക് വരികയും അത് വളരെ ഈസി ആയിട്ട് സക്ഷൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ മാക്സിമം വൈബ്രേഷൻ ഫീച്ചറൂടെ ഉപയോഗിച്ചുകൊണ്ട് സക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എഫക്റ്റീവ്ലി നിങ്ങൾക്ക് ഈ ഒരു മെഷീനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ബെഡിലും പില്ലോയിലും മാത്രമല്ല സോഫയിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഉപയോഗമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇനി ഇത് ക്ലീൻ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഡസ്റ്റ് ടാങ്ക് ഇതേപോലെ ഊരിയെടുത്ത് അതിൽ നൽകിയിട്ടുള്ള എല്ലാ അറ്റാച്ച്മെന്റും റിമൂവ് ചെയ്യുക. അതിനുശേഷം ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിനുള്ളിൽ കളക്ട് ആയിട്ടുള്ള അഴുക്ക് നമുക്ക് ഡസ്റ്റ്ബിന്നിലേക്ക് കളയാനായിട്ട് സാധിക്കും. ഈ കാണുന്ന പാർട്സ് എല്ലാം നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൽ ഹെപ്പ ഫിൽറ്റർ ഡ്രൈ ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വല്ല തുണിയോ ഡ്രൈ ആയിട്ടുള്ള തുണിയൊക്കെ വെച്ചിട്ട് ഇത് തട്ടി തുടച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും കഴുകാതിരിക്കുക. എപ്പോഴും കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അഴുക്കാകാനും പിന്നെ നിങ്ങൾക്ക് അത് റീപ്ലേസ് ചെയ്ത് പുതിയ ഹെപ്പ ഫിൽറ്റർ ഇതിലേക്ക് വെക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ 4-5 പ്രാവശ്യം മൊത്തത്തിൽ ഒരു ഹെപ്പ ഫിൽറ്റർ നമുക്ക് കഴുകാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. ഹെപ്പ ഫിൽറ്റർ എപ്പോഴും കഴുകാതിരിക്കുക. ഡ്രൈ ക്ലീൻ തന്നെ അത് ചെയ്ത് വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഏകദേശം 2 വീക്സ് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു. ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്, ഞാൻ ഉപയോഗിക്കുന്ന മാട്രസിലും പില്ലോയിലും ഒക്കെ ആയിട്ട് ഞാൻ കാണാതെ ഒളിഞ്ഞു കിടന്ന പൊടി അഴുക്ക് ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ ഈ വാക്വം ക്ലീനർ ഉപയോഗിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ ഇത്രയും അഴുക്കുണ്ടായിരുന്നു. ഇതാണല്ലോ ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചത്. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വീടിന്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഒരുപാട് അഴുക്കും പൊടിയും ഒക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരിക്കും. മാട്രസിൽ മാത്രമല്ല ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് സോഫയിലും ബ്ലാങ്കറ്റിലും ഒക്കെ തന്നെ ബെഡ്ഷീറ്റിലും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയിൽ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് ബിൽഡ് ആണ്. നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റിയും ഈ ഒരു പ്രൊഡക്റ്റിന് നൽകുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ ഒന്ന് ബൈ ചെയ്യാൻ. പ്രൊഡക്റ്റിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഞാൻ ഇവിടെ സ്ക്രീനിൽ എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോഴത്തെ പ്രസന്റ് ടൈമിൽ പ്രൈസ് ആണ് ഇവിടെ കാണുന്നത്. ഈ ഒരു വീഡിയോ കണ്ടതിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് തീർച്ചയായിട്ടും എല്ലാ കമന്റുകൾക്കും റിപ്ലൈ തരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ
ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി മറക്കണ്ട. ഇന്നത്തെ വീഡിയോ നിർത്തുന്നത് ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.